i2i ന്യൂസിന് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. നന്ദി. പ്രിയമുള്ളവരെ, നമ്മൾ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിൽ എത്തിയിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ 5,1635. ഇന്നലെ വൈകിട്ട് നമ്മൾ 5 ലക്ഷത്തിൽ എത്തിയിരുന്നു. വാർത്തകൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഒന്നും നമ്മെ അത് അഫക്റ്റ് ചെയ്യരുത് എന്ന് പറയുമെങ്കിലും ഷൈനി വിഷയത്തിൽ ഹൃദയം നുറുങ്ങിയിരുന്നതിനാൽ വളരെ ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു ഇതെങ്കിലും ആ മാജിക് ഫിഗർ കടന്നുപോയെങ്കിലും സത്യം പറഞ്ഞാൽ ഞങ്ങളതറിഞ്ഞില്ല. പ്രിയപ്പെട്ടവർക്ക് നന്ദി. ഒപ്പം നിന്നതിന് 4 വർഷം കൊണ്ട് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന നേട്ടത്തിൽ നാം എത്തിയിരിക്കുകയാണ്. മാധ്യമസിംഹങ്ങളുടെ ഇടയിൽ നമുക്കും ചെറിയൊരിടം കിട്ടിയിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നേട്ടം വളരെ വലുതാണ്. കാരണം തുടക്കം മുതൽ തന്നെ ഞങ്ങൾ ഒഴുക്കിനെതിരെ നിന്നവരാണ്. സത്യം തേടുന്ന കണ്ണുകളുമായി ഞങ്ങൾ ആരംഭിച്ച യാത്രയുടെ തുടക്കം മുതൽ ഇന്നുവരെ ഞങ്ങളുടെ നിലപാടുകളിൽ അണുവിട വ്യതിചലിച്ചിട്ടില്ല, കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകരോട് നെഞ്ചിൽ കൈവച്ച് പറയുകയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ മാധ്യമ സ്ഥാപനങ്ങളുടെ ഉന്നത പദവികൾ എനിക്ക് വഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും അത് മാർക്കറ്റിംഗ് വിഭാഗത്തിലായിരുന്നു. ഞാനൊരു റിപ്പോർട്ടിങ്ങിലോ ഡെസ്കിലോ ജോലി ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, 2 വാക്ക് മലയാളത്തിൽ എനിക്ക് ടൈപ്പ് ചെയ്യുവാൻ പോലും അറിയുവാൻ പാടില്ലായിരുന്നു. എൻ്റെ മിടുക്കും കഴിവും മാർക്കറ്റിങ്ങിൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരം ചുമതലകൾ വഹിക്കുകയും എഡിറ്റോറിയൽ സംബന്ധമായ ചുമതലകൾ എൻ്റെ സുഹൃത്തായ കേരള കൗമുദി ദിനപത്രത്തിലെ ഡെസ്കിൽ ഒരു ഉന്നത പദവി വഹിച്ചിരുന്ന വ്യക്തി നിർവഹിക്കാം എന്ന പരസ്പര ധാരണയിന്മേലായിരുന്നു ഞങ്ങൾ ആ സംരംഭം ആരംഭിച്ചത്. ഒരു മെഡിക്കൽ കോളേജിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എന്ന പദവി ഉപേക്ഷിച്ചാണ് ഞാൻ ഈ ഓൺലൈൻ മാധ്യമ ലക്ഷ്യവുമായി ഇറങ്ങിയത്. ഞാൻ വഹിച്ച പദവികൾ അറിയാവുന്ന പലരും ചിന്തിച്ചു എനിക്ക് സാരമായ എന്തോ കുഴപ്പമുണ്ടെന്ന്. കാരണം ഞാനിരുന്ന പൊസിഷനുകളിലുള്ള ആരും തന്നെ ഈ പണി ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് അത്രത്തോളം പാഷനായിരുന്നു ഈ മേഖല. പക്ഷേ എൻ്റെ വിശ്വസ്തനായ സുഹൃത്ത് എന്നെ ചതിച്ചു. എന്തായാലും 2-1 ഉറപ്പിച്ച് ഞാൻ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചു. ജീവിതത്തിൽ അന്നുവരെ ഒരു വാർത്ത ചെയ്തിട്ടില്ലാത്ത, ഒരു മലയാളം വാക്ക് ടൈപ്പ് പോലും ചെയ്തിട്ടില്ലാത്ത ഞാൻ വാർത്തകൾ ടൈപ്പ് ചെയ്തു തുടങ്ങി. ഓരോരോ അക്ഷരവും പെറുക്കി ഞാൻ ടൈപ്പ് ചെയ്തു തുടങ്ങി. ജീവിതത്തിൽ എന്നും ഒരു ബുഫേ മാസ്റ്റർ റോളിൽ നിന്ന് ഞാൻ ക്യാമറയുടെ മുന്നിൽ വന്നു. എൻ്റെ പഴയ വീഡിയോകൾ നോക്കിയാൽ ആ ഭയപ്പാടും വിറയലുമെല്ലാം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാം. പക്ഷേ തോറ്റു പിന്നോട്ട് പോകുവാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല. കണ്ടന്റ് ഈസ് ദ കിങ് എന്ന് പറയില്ലേ, അതുപോലെ കണ്ടന്റ് സ്ട്രോങ് ആണെങ്കിൽ ഏത് കുരങ്ങനും ന്യൂസ് പ്രസന്റ് ചെയ്യാം എന്നതായിരുന്നു എൻ്റെ ഒരു ആത്മവിശ്വാസം. ഫാക്ച്വൽ എറർ ഉണ്ടാകാതെ, തെറ്റുപറ്റിയെന്ന് മാപ്പിരക്കാതെ പോകണമെന്ന് കരുതിയാണ് ഓരോ വാർത്തയും ഞാൻ ചെയ്യുന്നത്. വാർത്ത നന്നായി, പ്രസന്റ് ചെയ്ത് നന്നായി എന്ന കമൻറ്റുകൾ കാണുമ്പോൾ ഞാൻ എൻ്റെ കേരള കൗമുദിയിലെ ആ സുഹൃത്തിന് മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞു. പാതി വഴിയിൽ എന്നെ ഇട്ടിട്ട് പോയതിന്. എനിക്കൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും വളരില്ലായിരുന്നു. ചുരുക്കത്തിൽ തുടക്കം മുതൽ പ്രതിസന്ധികളിലൂടെയാണ് i2i ന്യൂസ് വളർന്നത്. 5000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ i2i ന്യൂസ് ബഹിഷ്കരിക്കുവാൻ ഓർത്തഡോക്സ് സഭ ഒരു 1 month ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. ആ ക്യാമ്പയിൻ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ 60,000 ആയി. ക്രൈസ്തവ സഭകളുടെ അന്തകനായ i2i ന്യൂസ് പൂട്ടിക്കണം എന്ന് സർവ്വസഭകളും സഖ്യം ചേർന്ന് പൂട്ടുവാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ 2.5 ലക്ഷം കടന്നു. രാഷ്ട്രീയ രംഗത്തെയും വ്യാവസായിക രംഗത്തെയും കപട ആത്മീയ രംഗത്തെയും പൊയ്മുഖങ്ങളെ ഞങ്ങൾ തുറന്നു കാണിച്ചപ്പോൾ സംയുക്ത ആക്രമണമുണ്ടായി. പക്ഷേ സബ്സ്ക്രിപ്ഷൻ 4 ലക്ഷം കടന്നു. ആശന്മാരുടെ സമരം അടിച്ചമർത്തുവാൻ ശ്രമിച്ചപ്പോൾ അവരോടൊപ്പം നിൽക്കുകയും ആശയേറ്റവരുടെ കരം പിടിച്ചപ്പോൾ ജനങ്ങൾ ഞങ്ങൾ വീഴാതെ കാത്തു. ഏറ്റുമാനൂരിലെ ഷൈനി എന്ന ആ പാപത്തിന്റെ മരണം വെറുമൊരു ആത്മഹത്യയായി തള്ളിക്കളഞ്ഞ് മുഖ്യധാരാ മാധ്യമങ്ങൾ കണ്ണടച്ചപ്പോൾ ആ വിഷയത്തിനൊപ്പം സഞ്ചരിച്ച് ആ വാർത്ത ജനമനസ്സുകളിൽ ഒരു നോവായി കത്തിപ്പടർത്തുവാൻ കഴിഞ്ഞപ്പോൾ ഇന്നലെ ഞങ്ങൾ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നു. ഞങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ നടക്കുന്ന, ഞങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ സഭകളുടെ ചാനലുകളെക്കാളും ജനങ്ങൾ ഞങ്ങളെ വളർത്തി. സഭാപിതാക്കന്മാരുടെ വചനപ്രഘോഷണത്തെക്കാൾ എൻ്റെ അല്പം തെറികലർത്തിയുള്ള വിമർശനങ്ങൾ വിശ്വാസികൾ സംയമനത്തോടെ കേൾക്കുന്നു എന്ന് ഞങ്ങൾ അഭിമാനത്തോടെയും വിനയത്തോടെയും സ്മരിക്കുന്നു. മതമേലധ്യക്ഷന്മാർ ഇന്ന് ബൈബിൾ വായിച്ചില്ലെങ്കിൽ കൂടി അവർ ഇന്ന് i2i ന്യൂസ് കാണും. എൻ്റെ ചുറ്റിക്കളി വല്ലതും ഇന്ന് വന്നോ എൻ്റെ കർത്താവേ എന്ന് നോക്കുവാൻ അവർ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവേ, നീ എന്നെ കെടാത്ത തീയിലും ചാകാത്ത പുഴുവിനും ഇട്ടുകൊടുത്താലും കുഴപ്പമില്ല, i2i ന്യൂസിൽ എൻ്റെ ലീലാവിലാസങ്ങൾ വരാതിരിക്കുവാൻ കനിവുണ്ടാകണമേ എന്നായിരിക്കും. സംഭവബഹുലമായ 4 വർഷങ്ങൾ, ആയിരക്കണക്കിന് വക്കീൽ നോട്ടീസുകൾ, 100-ൽ പരം കേസുകൾ, 14-ൽ പരം വധശ്രമങ്ങൾ, വീട്ടിലും ഓഫീസിലും നിരവധി തവണ പോലീസ് തെർവാഴ്ചകൾ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ
പണം കൊണ്ട് മേടിച്ച IP ചാനൽ തുടങ്ങുവാൻ വാങ്ങിവെച്ച 45 ലക്ഷത്തിൽ പരം രൂപയുടെ ക്യാമറകളും ലാപ്ടോപ്പുകളും എഡിറ്റിംഗ് മെഷീനുകളും പിണറായി അജിത് കുമാർ എന്ന ആ DGP ഉപയോഗിച്ച് എടുത്തുകൊണ്ടുപോയി ഇന്നും അത് തിരികെ ലഭിച്ചിട്ടില്ല. എവിടെയോ അതെല്ലാം പൊടി പിടിച്ച് കിടക്കുന്നു. അതുകൊണ്ടൊന്നും ഞങ്ങൾ തളർന്നില്ല, പിന്നോട്ട് പോയില്ല, ഇനിയോട്ട് പോവുകയുമില്ല. പല കേസുകളുടെയും സുപ്രധാന തെളിവുകൾ പോലീസുകാരെ ഉപയോഗിച്ച് ഓഫീസിൽ നിന്നും എടുത്തുകൊണ്ടുപോയി. മോഷണക്കുറ്റം തെളിവുകൾ നശിപ്പിച്ച അവർ പെൻഷൻ മേടിക്കില്ല എന്ന് ഞങ്ങൾ എന്ത് വില കൊടുത്തും ഉറപ്പാക്കും. സാബു ജേക്കബിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അടിവേരർത്തത് ഞാനാണെന്നും പറഞ്ഞ് കോടതിയിൽ നിന്നും അദ്ദേഹം അവർക്കെതിരെ വാർത്ത നൽകുവാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉത്തരവ് മേടിച്ചിരിക്കുകയാണ്. വീണ്ടും വീണ്ടും അദ്ദേഹം കേസുകൾ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പലർക്കും വേണ്ടി അദ്ദേഹത്തിന്റെ വക്കീലിനെ വിട്ടുകൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. KP യോഹന്നാന്റെ സഭയ്ക്കെതിരെ വാർത്ത കൊടുക്കരുത് എന്ന കോടതി ഉത്തരവിനെ ഞങ്ങൾ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തു. വാർത്ത കൊടുക്കുവാൻ പാടില്ല എന്ന ആ ഒരു ഉത്തരവ് റദ്ദ് ചെയ്തു. സുപ്രീം കോടതിയിലും ഞങ്ങൾ കവേറ്റ് ഫയൽ ചെയ്തു. ചങ്ങനാശ്ശേരിയിലെ ഒരു ബിഷപ്പും അവർക്കെതിരെ വാർത്ത കൊടുക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പാലാ ബിഷപ്പും 5 കോടിക്ക് മാനനഷ്ടം കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ലുലുവും 5 കോടിക്ക് മാനനഷ്ടം കേസ് ഫയൽ ചെയ്തു. പക്ഷേ ആ കേസ് തള്ളിപ്പോയി. അങ്ങനെ എത്രയെത്ര കേസുകൾ. ഇവയിൽ ഒന്നിൽ പോലും ഞങ്ങൾക്ക് തലകുനിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല, നാളെ ഉണ്ടാകുകയുമില്ല. കാരണം ഞങ്ങൾ നൽകിയിരിക്കുന്നത് സത്യസന്ധമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വാർത്തകളാണ്. കേരളത്തിൽ ആദ്യമായി മുഹമ്മദ് റഫിയുടെ മകൻ ഷാഹിദ് റഫിയെ കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്ന് സുഹാനി രാത് എന്ന സംഗീത സന്ധ്യ നടത്തിയത് ITV ന്യൂസ് ആയിരുന്നു. 10,000ങ്ങളാണ് ആ ഇവന്റിന് സാക്ഷ്യം വഹിച്ചത്. അതുപോലെ ക്രൈസ്തവ സഭകൾ നടത്തുന്നതിലും മനോഹരമായി കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ രക്ഷകന്റെ ഗീതം എന്ന സംഗീത സന്ധ്യയും ഞങ്ങൾക്ക് നടത്തുവാനായി. ഒരു എക്സ്പീരിയൻസ്ഡ് സ്ട്രാറ്റജിസ്റ്റും മാർക്കറ്റിംഗ് പ്രൊഫഷണലും എന്ന നിലയ്ക്ക് ആരോടൊപ്പം ചേർന്ന് നിന്നാൽ സബ്സ്ക്രിപ്ഷനും റീച്ചും കൂടും എന്ന നല്ല നിശ്ചയമുണ്ടെന്നിരിക്കെ ഞങ്ങൾ ആരുടെയും പക്ഷം പിടിക്കാതെ നിഷ്പക്ഷത പാലിച്ചു. മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി തന്നെ വാർത്തകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. പത്രങ്ങളുടെ വരിക്കാരുടെ എണ്ണത്തിൽ ABC ഫിഗറിൽ ടാം റേറ്റിംഗിൽ മാനിപ്പുലേഷൻ കാണിക്കാം എന്നതുപോലെ സബ്സ്ക്രിപ്ഷനിലും കാണിക്കാം എന്നിരിക്കെ ഞങ്ങൾക്ക് ആത്മാർത്ഥമായി പറയാം, ഞങ്ങളുടെ വളർച്ച ഓർഗാനിക്കാണ്, ഒരു മാനിപ്പുലേഷനുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെ വിശ്വസിക്കുന്ന ഇഷ്ടപ്പെടുന്നവരാണ് ഓരോ സബ്സ്ക്രൈബേഴ്സും. മാഫിയകളുമായി രമ്യതപ്പെടുകയായിരുന്നു എങ്കിൽ, സെറ്റിൽമെൻറ്റ് ചെയ്യുകയായിരുന്നുവെങ്കിൽ എൻ്റെ പേരിൽ നിന്ന് ഒരൊറ്റ കേസ് പോലും ഉണ്ടാകുമായിരുന്നില്ല. ഇന്നൊരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഗത കേസുകളുള്ള ഒരു മാധ്യമപ്രവർത്തകൻ ഞാനായിരിക്കാം. എൻ്റെ ജോലി കൃത്യസ്ഥലത്ത് കൊള്ളുന്നു എന്നതിനുള്ള അടയാളമായി മാത്രമാണ് ഞാൻ ഇതിനെ കാണുന്നത്. പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് ഓരോ മാധ്യമങ്ങളും ഓൺ ചെയ്യുന്നത് കുത്തകകളാണ്, മാഫിയകളാണ്, രാഷ്ട്രീയക്കാരുടെ മതമേലധ്യക്ഷന്മാരുടെ ബിനാമികളാണ്. അവരുടെ അജണ്ട അനുസരിച്ച് ന്യൂസ് റൂമുകളിൽ വാർത്തകൾ കുക്ക് ചെയ്യപ്പെടുന്നു. ഞാനൊരു മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ആണെങ്കിലും ITV ന്യൂസിന് വേണ്ടി ആരുടെ അടുത്തും പരസ്യം ചോദിച്ചു പോകുന്നില്ല, ഇൻവെസ്റ്റ്മെൻറ്റും ചോദിക്കുന്നില്ല. കാരണം അപ്രകാരം ചെയ്താൽ ഞാൻ അവരുടെ സ്ക്രിപ്റ്റ് വായനക്കാരനായി മാറും. അത് പറ്റാത്തത് കൊണ്ടാണ് സ്വന്തമായി ഇപ്രകാരം ഒരു ഇനിഷ്യേറ്റീവ് ആരംഭിച്ചത്. വനം കൊള്ളക്കാരും വേശ്യാലയ നടത്തിപ്പുകാരനും വരെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടി അവതരിപ്പിക്കുന്ന ഗതികെട്ട കാലമാണിതെന്ന് ഓർക്കണം. മെച്ചപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ, മാൻ പവർ ഉണ്ടെങ്കിൽ, മൊബൈൽ യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിലവിലുള്ള ഏത് മീഡിയകളെയും വെല്ലുവാനുള്ള പ്രാപ്തി, ആശയം ഞങ്ങൾക്കുണ്ട്. മുൻപൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ജീവനാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓരോ ദിവസവും മരണമോ ജയിലോ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഈ പണി ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് സമൂഹത്തിന് പ്രയോജനം ഉണ്ടാകുന്നുണ്ട് എന്ന് കരുതുന്നവർ, സഹകരിക്കുവാൻ താല്പര്യമുള്ളവർക്ക്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ കഴിയുന്നവർക്ക് ഞങ്ങളെ സഹായിക്കാവുന്നതാണ്. വിഷം പുരട്ടാത്ത വാർത്തകൾ നൽകാം എന്നത് മാത്രമാണ് തിരികെ നൽകുവാൻ കഴിയുന്ന വാഗ്ദാനം. അതുപോലെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുവാൻ ഒരുങ്ങുന്ന ഞങ്ങൾ ഒരു ആത്മപരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ്. ഞങ്ങളിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റം, ഇംപ്രൂവ് ചെയ്യേണ്ടുന്നത്, ഒഴിവാക്കേണ്ടുന്നത്, ഉൾപ്പെടുത്തേണ്ടുന്നത്, നിങ്ങൾക്ക് അരോചകമായത് മാറ്റേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് ദയവായി ഞങ്ങളെ അറിയിക്കുക. മാറുവാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്രകാരമുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ കഴിയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കാണ്. നിങ്ങളുടെ ആ അഭിപ്രായങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു പറയുകയോ ശബ്ദ സന്ദേശമായി അയക്കുകയോ ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി ITV ന്യൂസിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഞങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന സഭാപിതാക്കന്മാർക്കും വചന വ്യവസായ സുഹൃത്തുക്കൾക്കും സാബു ജേക്കബിനും പ്രത്യേക നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. കാരണം നിങ്ങളാണ് ഞങ്ങളുടെ ചാലകശക്തി. സത്യം തേടുന്ന കണ്ണുകളുമായി ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഒപ്പമുണ്ടാവണം. i2i News, an eye for truth.
വാർത്തകളുടെ കാലം കലുഷമാകുമ്പോൾ പൊള്ളത്തരങ്ങളുടെ പൊയ്മുഖം ചീന്തിയും കള്ളനാണയങ്ങളുടെ ശരിമുഖം വെളിപ്പെടുത്തിയും മാധ്യമരംഗത്ത് ധീരമായ അന്വേഷണത്തിന്റെയും മറച്ചുവെക്കലുകളില്ലാത്ത അവതരണത്തിന്റെയും നേർക്കാഴ്ചയാകുന്നു i2i ന്യൂസ്. മലയാളത്തിന്റെ മഹാകവി ONV കുറുപ്പിന്റെ 83-ാം ജന്മദിനത്തിൽ i2i അദ്ദേഹത്തിന് ഗുരുദക്ഷിണയായി സമർപ്പിക്കുകയും മധുരം ഗായതി എന്ന് പേരിട്ട ജന്മദിനാഘോഷ ചടങ്ങിൽ ONV തന്നെ പ്രകാശനം നിർവഹിക്കുകയും ചെയ്ത i2i ന്യൂസ് വർഷങ്ങൾക്കിപ്പുറവും ആ മഹനീയ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെയും പ്രതിബദ്ധതയുടെ പ്രതിജ്ഞാവാചകം തെറ്റിക്കാതെയും ആധുനിക മാധ്യമ രംഗത്ത് സ്വന്തം ശബ്ദം കൊണ്ട് മൂർച്ചയും മുഴക്കവുമായി നിറയുന്നു. നിർധന രോഗികൾക്കുള്ള സർക്കാർ ചികിത്സാ ആനുകൂല്യ പദ്ധതിയായ കാരുണ്യയുടെ മറവിലെ ക്രൂര യാഥാർത്ഥ്യങ്ങൾ തേടി സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളുടെ തട്ടിപ്പിന് വിദ്യാർത്ഥികൾ ഇരകളാകുന്ന യാഥാർത്ഥ്യത്തിന്റെ പൊരുളുകൾ തേടി മാനേജ്മെന്റുകൾക്ക് കുടപിടിച്ച് തട്ടിപ്പുകൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന സർക്കാരുകളുടെ ഇരട്ട മുഖം തേടി ആയുർവേദ മരുന്നുകളുടെ മറവിൽ അലോപ്പതി ചേരുവകളുമായി കമ്പനികൾ നടത്തുന്ന തീവട്ടിക്കൊള്ളയുടെ അറിയാ കഥകൾ തേടി ആത്മീയതയെ കച്ചവടമാക്കി തീവട്ടിക്കൊള്ള നടത്തുന്നവരുടെ പൊയ്മുഖങ്ങൾ വലിച്ചു കീറി i2i ന്യൂസ് നടത്തിയ അന്വേഷണങ്ങൾ ഓരോന്നും മലയാള മാധ്യമ രംഗത്തും സാമൂഹിക രംഗത്തും നടുക്കം തീർത്തു. ഉറക്കം നടിക്കുന്ന അധികാരിവർഗത്തിന്റെ ഉറക്കം കെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളുമായി i2i ന്യൂസ് നേരിനായി അതിന്റെ കണ്ണുകൾ എപ്പോഴും തുറന്നുവെച്ചു. രാഷ്ട്രീയം, ആരോഗ്യം, സമകാലികം, സിനിമ, കായികം, ബിസിനസ്, സൗന്ദര്യം തുടങ്ങിയ വിജ്ഞാന പങ്ക്തികൾക്ക് പുറമെ വിനോദ പരിപാടികൾ പതിവായി ആസ്വദിക്കാനും ഓരോ മേഖലയിലെയും പ്രമുഖ ഡോക്ടർമാരിൽ നിന്ന് ആരോഗ്യ കാര്യങ്ങൾ നേരിട്ടറിയുവാനും ആരംഭിച്ച ലൈവ് വീഡിയോ പങ്ക്തികളിലൂടെ i2i ന്യൂസ് പ്രേക്ഷകർക്ക് വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും പുതിയൊരു മാധ്യമജാലകം തുറന്നു നൽകുകയായിരുന്നു. ആരോടും പക്ഷഭേദമില്ലാതെ, രാഷ്ട്രീയമേതെന്ന മുഖം നോക്കാതെ, വാർത്തകളുടെ മതമോ ജാതിയോ തിരയാതെ, സത്യമേതെന്ന് അമ്പരക്കുന്ന സാധാരണക്കാർക്കായി അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൽ i2i ന്യൂസ് തീർത്ത പുതിയ പാതകൾ പിന്നീട് മറ്റു പല ഓൺലൈൻ മാധ്യമങ്ങൾക്കും മാതൃകയായി. അച്ചടി വർത്തമാന പത്രങ്ങൾക്ക് കഴിയാത്തത്ര വ്യാപ്തിയിൽ ഓൺലൈൻ മാധ്യമത്തിന്റെ ചടുലതയും വേഗതയും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി ഡിജിറ്റൽ ന്യൂസ് മീഡിയ രംഗത്ത് i2i ന്യൂസ് നേടിയ ജയം സത്യം തേടുന്ന സാധാരണ മനുഷ്യരുടെ ജയം കൂടിയാണ്. മാധ്യമരംഗത്ത് മികവ് കൊണ്ട് മേൽവിലാസം എഴുതിയ ഒരു സംഘം മുതിർന്ന പ്രൊഫഷണലുകളാണ് i2i ന്യൂസിന്റെ അണിയറയിൽ. മുനകൂർത്ത ഭാഷയും മുഖം നോക്കാത്ത ശൈലിയും മികവുറ്റ രൂപകൽപ്പനയും ഏറ്റവും പുതിയ വാർത്തകൾ ഏറ്റവും ആദ്യം വായനക്കാരിൽ എത്തിക്കുന്ന പ്രതിജ്ഞാബദ്ധതയും അത്യാധുനിക ഡിജിറ്റൽ മീഡിയ സാങ്കേതിക വിദ്യയുടെ ചടുലതയും ചേരുമ്പോൾ നവമാധ്യമ രംഗത്ത് i2i ന്യൂസ് ഒരനുഭവമാകുന്നു. വാർത്തകളിൽ തീവ്രതയുടെയും വിനോദത്തിൽ തെളിമയുടെയും വിജ്ഞാനത്തിൽ വൈവിധ്യത്തിന്റെയും പൂർണ്ണ അനുഭവം. i2i ന്യൂസ്, an eye for truth.